ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് കാറ്റഗറി 1 ബേസ് ചെയ്തിട്ട് മലയാളം സബ്ജക്റ്റിൽ നിന്ന് PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുടെ വികാസത്തിനായി ഭാഷാ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്താവുന്ന പ്രവർത്തനം ഏത്? സെമിനാർ സംഘടിപ്പിക്കുക, അഭിമുഖം നടത്തുക, സംവാദങ്ങളിൽ പങ്കെടുക്കുക ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ കൊളാഷ് നിർമ്മാണമാണ് അല്ലേ? കൊളാഷ് നിർമ്മാണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ ചിത്രങ്ങൾ, ആകൃതികൾ, നിറങ്ങൾ, ദൃശ്യരൂപങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക, സൃഷ്ടിക്കുക ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൊളാഷ് നിർമ്മാണമാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയിൽ ഭാഷാ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികളുടെ ആശയത്തിന് സമാനമായ വരികൾ ചുവടെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രത്യുപകാരം ചെയ്യാത്ത പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ബി അവനവനാത്മസുഖത്തിനായി ചിരിക്കുന്നവരല്ല പരന്ന് സുഖത്തിനായി വരേണം. സി സ്നേഹം നഗരത്തിൻ ദ്വീപിലും സ്വർഗഗേഹം പണിയും പാടവം. ഡി സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ. സ്നേഹത്തിൻ ബലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അവനവൻ ആത്മസുഖത്തിനായി ചിരിക്കുന്നവരല്ല പരന്നു സുഖത്തിനായി വരേണം. അപ്പൊ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുമ്പോഴാണ് സ്വന്തം ജീവിതം ധന്യമാകുന്നത് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതേ അർത്ഥം തന്നെയാണ് അവനവൻ ആത്മസുഖത്തിനായി ചിരിക്കുന്നവരല്ല പരന്ന് സുഖത്തിനായി വരേണം. സ്വന്തം സന്തോഷത്തിനല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുകയും സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നർത്ഥം വരുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. സൃഷ്ടാവ് എന്ന വാക്കാണ് ശരി. വ്യത്യസ്തം, അതുപോലെ അതിഥി, അന്വേഷണം ഇതിലൊക്കെ തെറ്റുണ്ട്. ശരിയായ വാക്ക് സൃഷ്ടാവാണ്. ഓക്കെ, ചുവടെ കൊടുത്തവയിൽ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഭാഷാ പഠന പ്രക്രിയയിൽ താരതമ്യേന പ്രസക്തമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലോവർ പ്രൈമറി ക്ലാസ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. കഥാകഥനം, കാവ്യാലാപനം എന്നിവയ്ക്ക് അവസരം നൽകണം. പ്രസക്തമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പ്രസക്തമായതാണ്. ചർച്ചകൾക്കും ആശയങ്ങളുടെ പങ്കുവെക്കലിനും ഇടമുണ്ടാകണം. ഓക്കെ, അത് പ്രസക്തമായതാണ്. അഭിനയം തുടങ്ങിയ സർഗാത്മക പ്രകടനങ്ങൾക്ക്, സർഗാത്മകമായിട്ടുള്ള പ്രകടനങ്ങൾക്കൊക്കെ ഇടമൊരുക്കണം ഒരു ലോവർ പ്രൈമറി ക്ലാസ് ഭാഷാ പഠന പ്രക്രിയയിൽ. ആവർത്തനത്തിനും പ്രബലനത്തിനും പ്രാധാന്യം നൽകണം. അതാണ് പ്രസക്തമല്ലാത്തത്. തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് പ്രസക്തമല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവർത്തനത്തിനും പ്രബലനത്തിനും പ്രാധാന്യം നൽകണം എന്താണ് പ്രസക്തമല്ലാത്തത്. ചുവടെ പിരിച്ചെഴുതിയിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് കയ്യകലമാണ്. കയ്യകലമാണ്. കൈ പ്ലസ് അകലമാണ് കയ്യകലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 800 എന്ന് എഴുതിയേക്കുന്നത് 800 എന്ന് എഴുതിയേക്കുന്നത് എൺ പ്ലസ് 100 800. ഓക്കെ, അതുപോലെ തന്നെ വിദ്യുത് ശക്തി, വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. പാറക്കെട്ട്, പാറ പ്ലസ് കെട്ടാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ആശയം, വർണ്ണന എന്നിവ ഉൾക്കൊള്ളുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഉചിതമായ വീഡിയോ, ചിത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുക. ടീച്ചർ കവിത ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുക. കവിതയുടെ ആശയം ടീച്ചർ വിശദീകരിക്കുക. ലഘു ചോദ്യങ്ങൾ ഉന്നയിച്ച് വിശകലനം ചെയ്യുക. ബി, സി, ഡി എന്ന് പറയുന്നതൊന്നും ആ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ ആശയവും വർണ്ണനയൊക്കെ ഉൾക്കൊള്ളാനും വ്യക്തമാക്കാനും സഹായിക്കുന്നില്ല. അതിനാവശ്യമായി വരുന്നത് ഓപ്ഷൻ എ ഉചിതമായ വീഡിയോ, ചിത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ്സിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ലഭിച്ച തിരിച്ചറിവുകൾ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ പ്രതിഫലന കുറിപ്പാണ് അല്ലേ? പ്രതിഫലന കുറിപ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് റിഫ്ലക്റ്റീവ് നോട്ട് എന്ന് പറയുന്നത്? എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, കുട്ടികളുടെ പ്രതികരണം എങ്ങനെയാണ്, അടുത്ത ക്ലാസ്സിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം, ഇതുപോലുള്ള ഒരു ക്ലാസ്സിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവുകൾ ടീച്ചർ രേഖപ്പെടുത്തുന്നത് പ്രതിഫലന കുറിപ്പിലാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാഥമിക
ക്ലാസ്സുകളിലെ ഭാഷാനുഭവങ്ങൾ കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അധ്യാപികയുടെ അവതരണത്തിന് ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ജിജ്ഞാസ ഉണർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവണം, അത് പെടുന്നതാണ്. ഭാവന ഉണർത്തുന്ന ഉള്ളടക്കം ഉണ്ടാകണം, അതും വേണം. ചിന്താദീപകമായ ചോദ്യങ്ങൾ ഉന്നയിക്കണം. ഓക്കെ, എല്ലാ അറിവും പഠിതാവിലേക്ക് പകരാൻ കഴിയണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? നമുക്കും അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആരും ഒരു മനുഷ്യനും പെർഫെക്റ്റ് ഒന്നുമല്ല. ചിലപ്പോൾ കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അറിഞ്ഞെന്ന് വരില്ലായിരിക്കും ചില വിഷയങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അറിവും നമ്മുടെ മനസ്സിലുള്ള എല്ലാ അറിവും നമ്മൾ പഠിതാവിലേക്ക് അങ്ങനെ തന്നെ പകർത്തണമെന്നൊന്നുമില്ല. ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അറിവുണ്ട്, അതാണ് ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതിനെ പരിപോഷണപ്പെടുത്തുക അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുക എന്നതാണ് ഒരു അധ്യാപിക ചെയ്യേണ്ടത്. എല്ലാ അറിവും ഒരു പഠിതാവിലേക്ക് പകരാൻ കഴിയണം എന്നത് ഇതിൽ പെടാത്തതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയവയിൽ ഒരു എന്ന വിശേഷണം നിന്ദാസൂചകമായി വരുന്ന വാക്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ നിന്ദാസൂചകം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിന്ദാസൂചകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളിയാക്കി, പരിഹസിച്ച് എന്നൊക്കെ, പരിഹസിച്ച് പറയുക, കളിയാക്കി പറയുക എന്നൊരർത്ഥമാണ് നിന്ദാസൂചകം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അയാളും ഒരു പണ്ഡിതൻ, അതോടെ അയാളൊരാളായി, ചെറിയ ഒരു സൽക്കാരം, ഞാനൊരു കണക്കിലെത്തി. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, അയാളൊരു പണ്ഡിതൻ. ഇതാണ് കറക്റ്റായിട്ട് ആൻസറായിട്ട് വരുന്നത്. ഇവിടെ ഒരു എന്ന യഥാർത്ഥ അർത്ഥം ഒന്ന് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അയാളും ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് പരിഹാസം അല്ലെങ്കിൽ നിന്ന, കളിയാക്കൽ എന്നീ അർത്ഥങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതോടെ അയാളൊരു ആളായി, ഇതൊരു നിന്ദാസൂചകമല്ല. അയാളൊരു അംഗീകാരമോ സ്ഥാനമോ നേടി എന്നാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത്. പിന്നെ ചെറിയൊരു സൽക്കാരം, ഇവിടെ നിന്നയായിട്ട് ഒന്നും തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാനൊരു കണക്കിലെത്തി, ഇവിടെയും എന്താണ്, ഒരു പ്രത്യേക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിന്ദാസൂചകം എന്ന് പറഞ്ഞാൽ കളിയാക്കിയ, പരിഹാസപരമായ രീതിയിലൊക്കെ അല്ലെങ്കിൽ നിന്ദിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ്. അയാളും ഒരു പണ്ഡിതനായി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവഭാഷാ വ്യാകരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് നോം ചോംസ്കിയാണ്. ഓക്കെ, നോം ചോംസ്കിയാണ് ആൻസറായിട്ട് വരുന്നത്. സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം, യൂണിവേഴ്സൽ ഗ്രാമർ, LAD എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് LADയുടെ ലാഡിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലാംഗ്വേജ് അക്വിസിയേഷൻ ഡിവൈസ്, ഇത് ആരുടെയാ? നോം ചോംസ്കിയുടെ ആണ്. അപ്പോൾ ഈ സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം, യൂണിവേഴ്സൽ ഗ്രാമർ, UG ആരുടേതാണ്? നോം ചോംസ്കിയുടെയാണ്. BF സ്കിന്നർ ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റീഇൻഫോഴ്സ്മെന്റ് ഒക്കെയാണ് വരുന്നത്. പൗലോ ഫെയർ ആണെങ്കിലോ ക്രിട്ടിക്കൽ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരം നോം ചോംസ്കിയാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചേക്കണം. അപ്പം ഒരെണ്ണമായിരിക്കും ശരിയായിട്ടുള്ള ജോഡി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ കണ്ണീരും കിനാവും, അല്ലേ? ജീവചരിത്രക്കുറിപ്പല്ല, ഒരു ആത്മകഥയാണ് കണ്ണീരും കിനാവും. കൈരളിയുടെ കഥ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ചരിത്ര ഗ്രന്ഥമാണ്. പാട്ടബാക്കി ഒരു നാടകമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ, ശരിയായ ജോഡി പാട്ടബാക്കി നാടകമാണ്. അക്കർമാഷി എന്ന് പറയുന്നത് ആത്മകഥയാണ്. ഓക്കെ, ആത്മകഥയാണ് അക്കർമാഷി. അപ്പോൾ ഇവിടെ കണ്ണീരും കിനാവും എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ്. കൈരളിയുടെ കഥ എന്ന് പറയുന്നത് ഒരു ചരിത്ര ഗ്രന്ഥമാണ്. പാട്ടബാക്കി നാടകം, അത് ശരിയായിട്ടുള്ളതാണ്, ശരിയായ ജോഡിയാണ്. അക്കർമാഷി എന്ന് പറയുന്നത് ആത്മകഥയാണ്. ഓക്കെ, ഇനി അപ്പോൾ ഓപ്ഷൻ സി ആണ് 11ാമത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കുട്ടി പുസ്തകത്തെ വലിച്ചു കീറി. ഏതൊരു വിദ്യാർത്ഥികൾക്കും അറിയുന്ന കാര്യമാണ്. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തിരിച്ചറിയാനും തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഗദ്യരചനയിൽ പ്രാസം ഒഴിവാക്കണമെന്ന് പലരും പറയാറുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗദ്യരചനയിൽ പ്രാസം ഒഴിവാക്കണമെന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, വ്യാകരണപരമായിട്ടുള്ളൊരു പിശകില്ല, അർത്ഥം വ്യക്തമാണ്, പ്രയോഗമൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു ഓപ്ഷനിൽ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി പുസ്തകത്തെ വലിച്ചു കീറി, ഇവിടെ പ്രയോഗം ശരിയാവുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു വിദ്യാർത്ഥിയും എന്ന് പറയുമ്പോൾ അവിടെ ഏകവചനം ആണ് വരേണ്ടത്. ശരിയായ രീതി അപ്പം എങ്ങനെയായിരിക്കും? ഏതൊരു വിദ്യാർത്ഥിക്കും, ഏതൊരു വിദ്യാർത്ഥികൾക്കും
എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിക്കും, അപ്പൊ അവിടെ ഒരു തെറ്റുണ്ട് അല്ലെ. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഈ വാക്യത്തിലാണെങ്കിൽ എതിർക്കുക തന്നെ വേണമെന്ന പ്രയോഗം ശൈലീപരമായിട്ട് ശരിയല്ല. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കണം, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ശരിയായ വാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗദ്യരചനയിൽ പ്രാസം ഒഴിവാക്കണമെന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കടുത്ത ഭാഷണ വൈകല്യമുള്ള കുട്ടികൾക്ക് വാചിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നൽകുന്നതിന് സ്വീകരിക്കാവുന്ന ശരിയായ മാർഗം. കടുത്ത ഭാഷണ വൈകല്യമാണ് കുട്ടിക്ക് ഉള്ളത്. അപ്പോൾ വാചിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നൽകാൻ സ്വീകരിക്കേണ്ടത് എഴുതി പ്രകടിപ്പിക്കാൻ അവസരം നൽകുക എന്നതാണ്. കേട്ടോ, നിർബന്ധിച്ച് വായിപ്പിക്കുക, പറയിപ്പിക്കുക, പഠന സാമഗ്രികളിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക, ശ്രവണ സഹായികൾ ലഭ്യമാക്കുക. ഇതൊന്നും അല്ല ഈ ഒരു സിറ്റുവേഷനിൽ ചേരുന്നത് ഓപ്ഷൻ ഡി, എഴുതി പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഭാഷ പ്രോജക്റ്റ് പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരണ ഘട്ടത്തിൽ വിലയിരുത്തേണ്ട ഭാഷാശേഷികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഭാഷാ പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരണ ഘട്ടത്തിൽ വിലയിരുത്തേണ്ട ശേഷികളിൽ പെടാത്തത് ഉള്ളടക്കപരമായ ധാരണയും ആശയവിനിമയ ശേഷിയും അത് ഉൾപ്പെടുത്തേണ്ടതാണ്. കണ്ടെത്തലുകളെ തെളിവുകളുടെ പിൻബലത്തോടെ സാധൂകരിക്കാനുള്ള ശേഷി ഉൾപ്പെടുത്തണം. ഉചിതമായ പഠന രീതി നിശ്ചയിക്കാനുള്ള കഴിവ് അത് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. പങ്കാളികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തൃപ്തികരമായ വിശദീകരണം നൽകാനുള്ള ശേഷി. അപ്പോൾ ഇവിടെ ഒരു ഭാഷ പ്രോജക്റ്റ് പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരണ ഘട്ടത്തിൽ വിലയിരുത്തേണ്ട ശേഷികളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ, ബി, ഡി എന്നിവയാണ്. ഉൾപ്പെടാത്തത് സി ആണ്. ഓക്കെ, ശേഷികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആരെയും വിശ്വാസത്തിലെടുക്കാനാവാത്ത അവസ്ഥ എന്നർത്ഥമുള്ള ശൈലി. കയ്യാല പുറത്തെ തേങ്ങ, ചുവർ പോലും ശത്രുവാകുക, കടലും കടലാടിയും പോലെ, അത്തും പുത്തും പറയുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ചുവർ പോലും ശത്രുവാവുക എന്നതാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവർ പോലും ശത്രുവായി മാറുക എന്നതാണ്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ചുറ്റുമുള്ള എല്ലാവരെയും സംശയത്തോടെ കാണുന്ന സ്ഥിതി, സ്വന്തം രഹസ്യം പോലും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെയാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാൽ കൈവശമാകാതെ കിടക്കുന്ന, പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരു വസ്തുവോ സംഭവം എന്തെങ്കിലും ആയിരിക്കും അല്ലെ. വിശ്വാസമായിട്ടൊന്നും ബന്ധമില്ല. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായി, കൈവശപ്പെട്ടിട്ടില്ല, നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതാണ് കയ്യാലപ്പുറത്തെ തേങ്ങ. കടലും കടലാടിയും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുപ്പമുള്ളവൻ അല്ലെങ്കിൽ വേർപിരിയാനാകാത്ത ബന്ധം, സംശയമോ അവിശ്വാസമോ ഒന്നും ഇവിടെ ഒരു ഭാഗമാകുന്നില്ല. അത്തും പുത്തും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തിയായി പറയുക, പെരുപ്പിച്ച് പറയുക, അതാണ് അത്തും പുത്തും പറയുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. പട്ടുകിടക്കമേൽ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായിതോ ചോരയിൽ. അടിവരയിട്ട പ്രയോഗത്തിന്റെ കാവ്യസന്ദർഭത്തിലെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അന്ത്യനിദ്ര കൊള്ളുക എന്നതാണ്. ഓക്കെ, അന്ത്യനിദ്ര. കാവ്യസന്ദർഭത്തിൽ പട്ടുകിടക്ക എന്നത് സാധാരണ പട്ടുമേത്ത എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ മരണശേഷം കിടത്തപ്പെടുന്ന അവസാന കിടക്ക അന്ത്യനിദ്രയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പട്ടുകിടക്കമേലേ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ എന്ന് പറയുന്നത് അടിവരയിട്ട ഈ ഒരു അന്ത്യനിദ്ര കൊള്ളുക എന്നതാണ് അടിവരയിട്ട പദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. പട്ടുമെത്തയിൽ കിടക്കുക, തളർന്നു കിടക്കുക, മരണം കാത്തു കിടക്കുക, ഇതൊന്നും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അംഗവും കാണാം താളിയും ഒടിക്കാം. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, വിവേകമില്ലാത്ത പ്രവൃത്തി വിനയാകും, അത്യാഗ്രഹം വിനയായി തീരും, രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് രണ്ട് കാര്യം ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കും എന്നതാണ്. അംഗവും കാണാം താളിയും ഒടിക്കാം. ഓക്കെ, അംഗവും കാണാം താളിയും ഒടിക്കാം. ഒരേ അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന ആൻസറാണ് ഇവിടെ, അർത്ഥമാണ് ഇവിടെ വരുന്നത്. ബഹുമുഖ ബുദ്ധി വികാസത്തിന് യോജിച്ച ക്ലാസ് റൂം പ്രവർത്തനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാഠഭാഗം കവിത, ചിത്രം, നാടകം തുടങ്ങിയ വ്യത്യസ്ത രീതികളിൽ ആവിഷ്കരിക്കാൻ അവസരം നൽകുക. അധ്യാപിക പാഠഭാഗങ്ങൾ സൂക്ഷ്മമായ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു. ഭൗതിക പരിമിതിയുള്ള കുട്ടികൾക്കായിട്ട്
പ്രത്യേക കോച്ചിങ് നൽകുന്നു. പാഠഭാഗങ്ങൾ ഭാഷണ രീതിയിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ യോജിച്ച ക്ലാസ് റൂം പ്രവർത്തനം എന്ന് പറയുന്നത് പാഠഭാഗം കവിത, ചിത്രം, നാടകം തുടങ്ങിയ വ്യത്യസ്ത രീതികളിൽ ആവിഷ്കരിക്കാൻ അവസരം നൽകുക എന്നതാണ്. ഹോവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ സിദ്ധാന്തം, ബുദ്ധി സിദ്ധാന്തം പ്രകാരം ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവാണെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവും, ചിത്രം രചിക്കാൻ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവായിരിക്കും. അതെല്ലാം അവന്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഗാർട്ട്നർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഭാഷാബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, സംഗീത ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, വ്യക്തിപര ബുദ്ധി, അല്ലെ, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ഇതൊക്കെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഓക്കെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ഹോവാർഡ് ഗാർട്ട്നറുടെ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ക്ലാസ് റൂമിൽ ഏറ്റവും യോജിച്ച പ്രവർത്തനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ഈ വരികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ താളത്തിൽ പാടി കണ്ടുപിടിക്കും, എണ്ണി തിട്ടപ്പെടുത്തി കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നത് പോലെ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആൻസർ ഓപ്ഷൻ സി ആണ് 19ാമത്തെ. അവസാനത്തെ ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികൾക്ക് അക്ഷര തലത്തിൽ വരുന്ന തെറ്റുകൾ പരിഹരിക്കുന്നതിന് യോജിച്ച രീതി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തുടർച്ചയായി കേട്ടെഴുത്ത് നടത്തുക. തെറ്റാണ്. അത്തരം പദങ്ങൾ ആവർത്തിച്ച് പകർത്തി എഴുതിക്കുക. ഒരു കാര്യമില്ല. അക്ഷരത്തെറ്റുകൾ തീർത്തും അവഗണിക്കുക. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഭാഷാ കേളികളിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുട്ടികൾക്ക് അക്ഷരതലത്തിൽ വരുന്ന തെറ്റുകൾ പരിഹരിക്കുന്നതിന് യോജിച്ച രീതി ഓപ്ഷൻ ഡി, ഭാഷാ കേളികൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ PYQ ആണ് നോക്കിയത്. മുൻവർഷ ചോദ്യങ്ങൾ KTT കാറ്റഗറി 1 മലയാളം ബേസ് ചെയ്തിട്ടാണ് നോക്കിയത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്